ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സ്നേഹാതിരേകത്താൽ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തിൻ്റെയും ഞങ്ങളുടെയും പാപത്തിനു വേണ്ടി യാഗമായി തീർന്ന ഈ പാവനമായ ദിവസത്തിൽ ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് തിരുവചനം ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബലഹീനരും പാപികളും കുറവുള്ളവരുമാകുന്നു. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 2-3 പേർ അവിടുത്തെ ദിവ്യനാമത്തിൽ സംഗമിക്കുമ്പോൾ തിരുസാന്നിധ്യം കൊണ്ട് അവരെ ധന്യരാക്കുമെന്ന് അരുളി ചെയ്ത നിന്റെ തിരുവായ്മൊഴി ഞങ്ങളുടെ ഇടയിൽ പൂർത്തീകരിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും എന്നേക്കും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു. അതുകൊണ്ട് തന്നെ പരിമിതമായ ആ കാലഘട്ടത്തിലെ യേശുതമ്പുരാന്റെ ഓരോ ചുവടുവെപ്പുകളും നമ്മെ സംബന്ധിച്ച് നിർണായകവും പ്രാധാന്യവും അർഹിക്കുന്നതാണ്. കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ കർത്താവും ശിഷ്യന്മാരും അടങ്ങുന്ന സംഘം ഗലീല തടാകത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയുണ്ടായ ഒരു അനുഭവമാണ് അല്പസമയത്തെ വേദ പഠനത്തിനായി സമർപ്പിക്കുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ തന്നെ അത് ഒന്ന് വായിക്കാം. മലയാളത്തിലുള്ള വിവർത്തനം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് യേശുവിനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ട് വിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ യേശുവിനോട് തങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന്
യേശുവിനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തത് ഒക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്തു. വളരെ ദീർഘമായ ഒരു വേദഭാഗമാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ അല്പം ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് പങ്കുവയ്ക്കാവുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു. ഗലീല തടാകത്തിന്റെ പടിഞ്ഞാറേ തീരത്ത് നിന്ന് കിഴക്കേ തീരത്തേക്കാണ് യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്യുന്നത്. തീരത്തിനടുത്തുള്ള ഒരു പ്രദേശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നതായ ഗദര ദേശം. ഈ സ്ഥലത്തിന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചും ഈ സ്ഥലത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒന്നിലധികം സ്ഥലങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും യേശുവും ശിഷ്യന്മാരും കടലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഭൂതഗ്രസ്തൻ യേശുവിനോട് അപേക്ഷയുമായി വന്നു എന്നുള്ളതുകൊണ്ട് ആ കടൽ തീരത്ത് തന്നെയുള്ള ഗദരദേശമാണ് ഇതെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. ഭൂതബാധിതനായി വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച് കല്ലറുകളിലും മലകളിലും ഗുഹകളിലുമൊക്കെ ആയിരുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയതിന് ശേഷം അവൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടിരിക്കുമ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം യേശുവിനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ നിരന്തരമായി അപേക്ഷിച്ചു. അങ്ങനെ യേശു പടകിൽ കയറി മറുതീരത്തേക്ക് വരുവാൻ തുടങ്ങുമ്പോൾ ഭൂതബാധിതനായിരുന്ന മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന്, ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ എന്ന് അപേക്ഷിച്ചു. യേശു തമ്പുരാൻ അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിലേക്ക് ചെന്ന് നിനക്കുള്ള പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ദൈവം നിനക്ക് ചെയ്തതായ ആ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. അവൻ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, യേശു തമ്പുരാനാൽ സൗഖ്യം ലഭിച്ച, ഭൂതം പുറത്തുപോയി സുബോധം പൂണ്ട് അനുഗ്രഹീതനായ ആ മനുഷ്യനോട്, ആ മനുഷ്യൻ യേശു തമ്പുരാനോട് എന്താണ് അപേക്ഷിക്കുന്നത്? യേശു തമ്പുരാൻ അവനെ എവിടേക്കാണ് അയക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭൂതാവിഷ്ടനായിരുന്ന മനുഷ്യൻ യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് ഇപ്രകാരമാണ് ചോദിക്കുന്നത്: താനും കൂടെ പോരട്ടെയോ എന്ന് അവനോട് അപേക്ഷിച്ചു. മുമ്പ് വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യൻ സുബോധം വന്ന് വസ്ത്രം ധരിച്ച് മാന്യനായ ഒരു വ്യക്തിയായി കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുന്നത്, യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, ഞാനും കൂടെ നിന്റെ കൂടെ പോരട്ടെ എന്ന. മലയാളത്തിൽ ഞാൻ കൂടെ നിന്റെ കൂടെ പോരട്ടെ എന്ന് തർജ്ജിമ ചെയ്ത് എഴുതിയിരിക്കുന്നത് സാഹചര്യവും മലയാളികളായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ച് നടത്തിയ ഒരു വിവർത്തനമാണ്. അദ്ദേഹം വന്ന് ചോദിക്കുന്നതായി വേദപുസ്തകത്തിൽ ഗ്രീക്ക് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെറ്റ് ഔട്ടോ ഹി, ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ എന്നാണ്. പക്ഷേ ഞാൻ നിന്റെ കൂടെ പോരട്ടെ എന്ന് ചോദിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. കാരണം യേശു പടക് ഏറുമ്പോൾ എന്നാണ്. അപ്പോൾ തീരത്ത് യേശു പോയ ആ വഞ്ചി കിടപ്പുണ്ട്. ശിഷ്യന്മാരും യേശുവും അവിടെയുള്ളവർ പറഞ്ഞതനുസരിച്ച് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് കാലെടുത്ത് ആ വഞ്ചിയിലോട്ട് വെക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ചോദിക്കേണ്ടത്? നിന്റെ കൂടെ പോരട്ടെ എന്നാ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്? ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ, വുഡ് ഐ ബി വിത്ത് യു. ഒരു സബ്ജക്റ്റീവായി, അവന്റെ ഒരു അപേക്ഷയായി, അവന്റെ ഒരു പ്രതീക്ഷയായി, അവന്റെ ഒരു താല്പര്യമായി യേശുവിന്റെ മുമ്പാകെ അവനത് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടു ബി
എന്ന ബേസിക്കായ വെർബിന്റെ ഒരു ഫോമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ. യേശു അനേക വ്യക്തികളെ തന്റെ കൂടെ ആയിരിക്കാൻ വിളിച്ചു. പരശുശ്രൂഷ വേളയിൽ അനേക വ്യക്തികളെ യേശു തമ്പുരാൻ നിങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിളിച്ചു. ചില ആളുകളെ എന്നോടുകൂടെ എന്നെ അനുഗമിക്കുക, നിങ്ങൾ ദിനംതോറും തങ്ങളുടെ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന് യേശു തമ്പുരാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ യേശുവിനോടൊപ്പം ആയിരിക്കുവാനും യേശുവിനെ അനുഗമിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യേശുവിനോട് ഇതാ ഒരു മനുഷ്യൻ ഉള്ളിൽ നിന്ന് തന്നെ വന്ന് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ, ഞാൻ നിന്റെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുക. വലിയ ഗഹനമായ തരത്തിലേക്ക് പോകാൻ നമ്മുടെ സമയം അനുവദിക്കത്തില്ല എങ്കിലും ഈ ചോദിക്കുന്നതിന് മറ്റൊരു തലം കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുക. കാരണം യേശു ആ ദേശത്തേക്ക് വന്ന് ഈ മനുഷ്യന് സൗഖ്യം കൊടുത്തപ്പോൾ 2000 പന്നികളാണ് ചത്തുപോകാനിടയായത്. ആ 2000 പന്നികളുടെ ഉടമസ്ഥർ ഇതിന് കാരണക്കാരായ ആളുകളെ അവിടെ വെച്ചേക്കുമോ? അയ്യോ, ആ ദേശത്തുള്ള എത്രയോ ആൾക്കാരുടെ സ്വത്ത് പോയി. അതിനെ പാലിച്ചുകൊണ്ടിരുന്ന കുറെ ആളുകളുടെ ജോലി പോയി. ഇനി ആ മനുഷ്യൻ ആ തീരത്ത് നിൽക്കാൻ പറ്റത്തില്ല. ആളുകൾ അന്വേഷിച്ചു വരുവാ, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ദേണ്ട് ഇവൻ മുഖാന്തരമാ സാറേ ഇതുണ്ടായത്, അവനെ വെച്ചേക്കുമോ? അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ കൂടെ ആ വഞ്ചിയിൽ കയറി മറുതീരത്ത് രക്ഷപ്പെട്ടെത്താമെന്നാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ യേശു തമ്പുരാൻ പറയുകയാണ്, നീ അവിടെ നിൽക്കണം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശുവിനോട് ഈ സ്ഥലം വിട്ടു പോകണമെന്ന് പറഞ്ഞവരാ. എനിക്ക് തോന്നുന്നു യേശുവിനൊരു ട്രാൻസ്ഫർ കൽപ്പന, അതായത് ഇവിടെ വേണ്ട, ഇവിടം വിട്ടു പൊക്കോ എന്ന് പറഞ്ഞ് നിരന്തരമായി യേശു ആ ദേശം വിട്ടു പോകണമെന്ന് അവർ അപേക്ഷിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനൊരു അവസാനമില്ല. എന്ന് പറഞ്ഞാൽ നിരന്തരമായി പോ, ഇവിടുന്ന് പോ, ഇവിടുന്ന് പോകാൻ, ഇവിടുന്ന് പോ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന, അല്ലാതെ പറഞ്ഞു എന്നോ നിർബന്ധിച്ചു എന്നല്ല, അവർ അങ്ങനെ അപേക്ഷിച്ചു തുടങ്ങി. അപ്പൊ അവർ നിരന്തരമായി വേറെ ഗത്യന്തരമില്ലാതെ യേശു മടങ്ങിപ്പോവുക. അങ്ങനെയെങ്കിൽ യേശുവിനോടൊപ്പം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഒരു ശിഷ്യനാകുക എന്നാ. ടു ബി വിത്ത് ജീസസ് മീൻസ് ടു ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ വിശുദ്ധ മർക്കോസിന്റെ വിശേഷം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, തന്നോടുകൂടെ ആയിരിക്കാനും. ഒന്നാമത്തെ കാര്യം അതാ. ശിഷ്യന്മാരെ വിളിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? തന്നോടുകൂടെ ആയിരിക്കാൻ, യേശുവിനോടുകൂടെ ആയിരിക്കാൻ. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിക്കും, കർത്താവേ ഒന്നുകിൽ നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണമേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ, അല്ലെങ്കിൽ എനിക്ക് നിന്റെ അടുക്കലായിരിക്കാൻ സാധിക്കണമേ എന്നൊരു പ്രാർത്ഥന ആത്മാർത്ഥതയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നതാ. either ജീസസ് ബി വിത്ത് മീ ഓർ ഐ ബി ഏബിൾ ടു വിത്ത് യു. അപ്പൊ ഇത് എല്ലാ മനുഷ്യരുടെ ആഗ്രഹമായി എന്ന് ഇരിക്കെ ഈ മനുഷ്യൻ യേശു തമ്പുരാനോട് അപേക്ഷിച്ചിട്ട് യേശു അത് സ്വീകരിച്ചില്ല. എത്രയോ ആളുകളോട് യേശു തമ്പുരാന്റെ പരശുശ്രൂഷയിൽ മക്കളെ നിങ്ങൾ എന്റെ കൂടെ വാ, അവരെല്ലാം ഉപേക്ഷിച്ച് ചെന്നു. വേറെ ചില ആളുകൾ വലിയ കൂട്ടം കൂടിയപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ വരുവീൻ. അപ്പൊ ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വരാൻ, എന്റെ കൂടെ ആയിരിക്കാൻ, എന്നോട് കൂടെ ആയിരിക്കാൻ യേശു തമ്പുരാനെ ആഗ്രഹിക്കുന്നു, ക്ഷണിക്കുന്നു. ആ ക്ഷണിക്കുന്ന ആ മനസ്സുള്ള യേശു ഈ വ്യക്തി ഞാൻ നിന്റെ കൂടെ ആയിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അതിനെ അനുവദിക്കാതെ മറ്റൊരു ദൗത്യം അവനെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൗത്യം ചെറുതായിരിക്കുമോ? യേശുവിനോട് കൂടെ ആയിരിക്കാമെന്ന് ആഗ്രഹിച്ച മനുഷ്യനെ അതിനനുവദിക്കാതെ അതിനേക്കാൾ വലിയൊരു ദൗത്യം അവനെ ഏൽപ്പിക്കുക. ആ ദൗത്യം എന്താ? ഇതാ നമുക്കറിയേണ്ടത്. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും
നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്നു പറഞ്ഞു. യേശു അവനെ തന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരാതെ യേശു അവനെ അവന്റെ വീട്ടിലേക്ക് അയച്ചു. യേശുവിന്റെ ഒരു ശിഷ്യനായിരിക്കുന്നതിനേക്കാൾ യേശുവിന്റെ ഒരു അപ്പോസ്തോലനായിരിക്കുക എന്നത് കുറച്ചുകൂടെ ത്യാഗമുള്ളതും കുറച്ചുകൂടെ ബൃഹത്തായതുമായ ഒരു ദൗത്യമാണ്. അതിലേക്കാണ് യേശു അവനെ അയക്കുന്നത്. ഞാൻ നിർത്തി പറയാം. യേശുവിന്റെ കൂടെ ആയിരിക്കാൻ ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്. എന്താണെന്നറിയാമോ? സുരക്ഷിതമാണ്. ആരാടാ ഞങ്ങളുടെ ഈ 2000 പന്നിയെ കൊന്നവൻ, അവനെ ഒന്ന് കാണലുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ വടിയും കല്ലുമായിട്ട് വരുമ്പോൾ വഞ്ചി കയറി യേശുവിന്റെ കൂടെ ഇപ്പുറത്തോട്ട് പോയാൽ സേഫായി. യേശു ഇപ്പുറത്ത് കടന്നു, അവനും ഇപ്പുറത്ത് കടന്നു. രണ്ടാമത്, യേശുവിന്റെ ഒരു ശിഷ്യനായിരിക്കുന്നിടത്തോളം യേശുവിന്റെ ഒരു സുരക്ഷിതത്വം നമുക്കും ലഭിക്കും. ആട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒറ്റ സെന്റൻസ് പറഞ്ഞ് ഞാനത് വിടാം. യേശുവിന്റെ അപ്പോസ്തോലന്മാരായിരുന്ന ശിഷ്യന്മാർ, വാക്കുകൾ ഓർക്കണം, ശിഷ്യന്മാരായിരിക്കുന്നവർ തന്നെയാണ് അപ്പോസ്തോലന്മാരും ആകുന്നത്. എല്ലാ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരല്ല. എന്നാൽ അപ്പോസ്തോലന്മാരെല്ലാം ശിഷ്യഗണത്തിലേക്ക് വന്നിട്ടാണ് അപ്പോസ്തോലന്മാരാകുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന ആരെങ്കിലും യേശുവിന്റെ കാലത്ത് ഒരു നുള്ള മണ്ണെങ്കിലും ദേഹത്ത് വീണവരുണ്ടോ? യേശുവിന്റെ കാലത്തെ യേശുവിന്റെ ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും യേശു ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു നുള്ള മണ്ണെങ്കിലും ദേഹത്ത് വീഴേണ്ടത് വന്നോ? ഇല്ല. എന്നാൽ യേശുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അപ്പോസ്തോലന്മാരായി ഐക്യപ്പെട്ടപ്പോൾ ഒരാൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും രക്തസാക്ഷികളായി. അപ്പൊ ശിഷ്യനായിരിക്കുന്നതാണോ അപ്പോസ്തോലനായിരിക്കുന്നതാണോ കൂടുതൽ ത്യാഗം? അപ്പോസ്തോലനായിരിക്കാനാ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഞാനും കർത്താവിന്റെ ശിഷ്യനാകാനാ. കർത്താവ് വലിയൊരു വടവൃക്ഷമാകയാൽ അതിന്റെ അടിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ സുരക്ഷിതനാ. കർത്താവ് എല്ലാ പ്രശ്നവും തരണം ചെയ്തോളും. എന്നാൽ ഞാൻ ഐക്യപ്പെടും. ആർക്കു വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഐക്യപ്പെടുമ്പോൾ എനിക്ക് തന്നെയാണ് അതിൽ നിന്നുണ്ടാകുന്ന കല്ലേറുകൾ, അടി, അപമാനങ്ങൾ, അപവാദങ്ങൾ നേരിടേണ്ടത് ഞാൻ തന്നെയാണ്. അതിന് പകരം വെക്കാൻ യേശു അവിടെ ഇല്ല. യേശു മറുകരയിൽ പോയി. നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാലേ, യേശുവിന്റെ ശിഷ്യനായിരിക്കുന്നതിനേക്കാൾ വലിയ ഒരു ദൗത്യം കൊടുത്തെങ്കിൽ ആ ദൗത്യം എന്താണെന്നൊന്ന് അറിയണമല്ലോ. എന്റെ കൂടെ വരാൻ വിളിച്ച കർത്താവ് കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ വാക്കുമാറി. എന്റെ കൂടെ വരണ്ട, നീ വീട്ടിലോട്ട് പോകാൻ. അപ്പൊ വീട്ടിലേക്ക് പോകുന്ന ദൗത്യം ഏറ്റവും വലിയൊരു ദൗത്യം അല്ലെങ്കിൽ യേശു അങ്ങനെ അയക്കുമോ? അങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്ന ദൗത്യം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിലോട്ട് നോക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഈ രാഷ്ട്രത്തിലെ ഒരു രാഷ്ട്ര നേതാവായാലും, നിങ്ങളൊരു ഉദ്യോഗസ്ഥനായാലും, നിങ്ങളൊരു അധ്യാപകനായാലും, നിങ്ങളൊരു പുരോഹിതനായാലും, നിങ്ങൾ ഏത് ദൗത്യത്തിൽപ്പെട്ടവരായാലും വീടിനോടുള്ള ബന്ധം കഴിഞ്ഞ് ഉള്ള ബന്ധം മതി. ഇവിടെ പറയട്ടെ, നിങ്ങൾ ഈ രാഷ്ട്രത്തെ ഏറ്റവും വലിയ നേതാവായി, ഈ രാഷ്ട്രത്തിന്റെ തലവനായി ഭരിച്ചാലും, നിങ്ങൾ ഉദ്യോഗസ്ഥനായാലും, നിങ്ങൾ അങ്ങനത്തെ ഏത് ദൗത്യം ഏറ്റെടുക്കുന്ന ആളായാലും വീട് നന്നാക്കുക എന്ന ദൗത്യത്തിന്റെ അത്രയും പ്രധാനമായ ദൗത്യം ഈ ലോകത്തിൽ വേറൊന്നുമില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ പടകിൽ കൂടെ കയറി യേശുവിന്റെ കൂടെ വരുന്നതിനേക്കാൾ അവനെ അവന്റെ വീട്ടിലേക്ക് യേശു അയച്ചു. യേശു അവനെ വീട്ടിലേക്ക് അയച്ചു എന്ന് പറയുന്ന ആ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആ മനുഷ്യൻ സത്യത്തിൽ
അപേക്ഷിച്ചു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് പാരാക്കലയോ എന്നുള്ളതാണ്. ആ പാരാക്കലയോ എന്നുള്ള വാക്കിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു വാക്കാണ് പാരക്ലീറ്റോസ്. അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പൊ ആത്മാവുള്ളവൻ മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ. ദൈവസന്നിധിയിലെ എന്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന് മ്ലേച്ഛത മാറ്റി നല്ല മാന്യത വരണമേ എന്ന് ഒരു ഗ്രഹനാഥൻ, ഒരപ്പച്ചൻ, ഒരമ്മച്ചി, ഒരു മരുമകൾ, ഒരു മകൾ, ഒരു മകൻ അപേക്ഷിക്കണമെങ്കിൽ ആത്മാവിന്റെ വരം ലഭിക്കണം. ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്നിടത്ത് ചുമ്മാതിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അപേക്ഷ എന്നതിന് ഉപയോഗിക്കുന്നതും അപേക്ഷകൻ മധ്യസ്ഥൻ എന്ന വാക്കും കൂടെ ചേരുന്നു വരുന്ന പരിശുദ്ധാത്മാവും അപേക്ഷയും തമ്മിൽ ഒരേ വാക്കിൽ നിന്ന് പാരാക്കലയോ പാരാക്ലീറ്റോസ്. വാക്കിന്റെ കൂടുതൽ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം നമ്മളെ അനുവദിക്കത്തില്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ അടുക്കൽ നിന്ന് അപേക്ഷിക്കുന്നവനാണ് പരിശുദ്ധാത്മ. അതുകൊണ്ടാണ് പാരാക്ലീറ്റോസ്. പാരാ മീൻസ് എന്റെ സമീപത്ത്, ക്ലീറ്റോസ് എന്നുള്ളത് കലയോ എന്ന വാക്കിന്റെ ഒരു വകഭേദമാണ്. എന്റെ അടുത്തിൽ നിന്ന് എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മളിങ്ങനെ ആരാധനയിൽ പരിശുദ്ധാത്മാവെ ത്രിയേക ദൈവത്തിൽ ആളത്വത്തിൽ ഒന്നാവുന്നുവെങ്കിലും അടിസ്ഥാനപരമായി പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്താ? നമുക്ക് വേണ്ടി അപേക്ഷിക്കുക. അപ്പൊ ഈ മനുഷ്യന്റെ അപേക്ഷ ആത്മാവുള്ളത് കൊണ്ടാണ്. നേരത്തെ അവൻ എന്താ ആത്മാവ് ഉണ്ടായിരുന്നേ? ദുരാത്മാവാണ്. ഇപ്പൊ യേശു അവനെ സൗഖ്യപ്പെടുത്തിയപ്പോൾ അവന് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവനാകയാൽ അവന്റെ അപേക്ഷയാ. ആ അപേക്ഷ കേട്ടിട്ടാണ് യേശു അവനെ വീട്ടിലേക്ക് അയക്കുന്നത്. അത് ഇപ്രകാരമാ സത്യത്തിൽ മൂലഭാഷയിൽ പറയുന്നത്: ഹുപ്പാകെ എയ്സ്റ്റോൺ സോ ഒയ്ക്കോൺ. നീ നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമെന്നാണ് യേശു അപേക്ഷിക്കുന്നത്. ഒരല്പം മുമ്പ് വരെ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ആദ്യത്തെ ഭാഗത്തുണ്ട്. അല്പം മുമ്പ് വരെ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? കേട്ടോ, കല്ലറകളിൽ. എവിടാ? കല്ലറകളിൽ. രണ്ടാമത് ഗുഹകളിൽ. കല്ലറകളിലും ഗുഹകളിലും കിടക്കുന്നവനെ വീടിന്റെ ഉള്ളിലേക്കാണ് യേശു അയക്കുന്നത്. ഫ്രം ദ ടൂം ടു ഹോം. ഇപ്പൊ നിങ്ങൾക്കെല്ലാവരും ചിന്തയുണ്ട്, ഞങ്ങളിങ്ങനെ വേർതിരിച്ചു, വാഴിക്കപ്പെട്ടു, തിരുമേനി വേർതിരിക്കപ്പെട്ടു, വാഴിക്കപ്പെട്ടു, അച്ഛൻ. അപ്പൊ പള്ളി പള്ളിയ. ദയവ് ചെയ്ത് ശ്രദ്ധിച്ചേ, പള്ളി പണിയണ്ട, നിങ്ങളുടെ വീട് നന്നാക്ക് പോയി. എന്ത് ചെയ്യണം? യേശു അയക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം വീട് നന്നാക്കുക. ഞാൻ ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണം വേണ്ട, നീ വീട്ടിൽ പോയി നന്നാക്കുക. ശരിക്കും ആ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം ആശ്ചര്യമായിട്ട് പറഞ്ഞാൽ മൂവ്മെന്റിന്, നമ്മുടെ യാത്രയ്ക്ക്, ചലനത്തിന് രണ്ട് തരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കും. ഒന്ന് പ്രോസ് എന്ന് പറയും. പ്രോസ് എന്നാൽ ടുവേർഡ്സ് ഓർ ടു എന്നാണ്. പരുമരയിൽ ലേക്ക്, ലേക്കല്ല, പരുമലയിലേക്ക്, പരുമലയിലോട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എൻ്റെ അർത്ഥം ഞാൻ പറയാം. നമ്മൾ ഞായറാഴ്ച ഒരു 11:30 ആകുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന്, നമ്മുടെ ഇടവകയിൽ ഒരു വീട്ടിൽ ചെന്ന്, മോൻ എന്തിയേ ചായ? അപ്പൊ അവര് പറയും പള്ളിയിൽ പോയി. എന്താ? നിങ്ങളിങ്ങനെ ദൂരെ വലിയ ആളുകളാ ഇങ്ങനെ കേൾക്കട്ടെ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോസ്റ്റർ കണ്ടു, തിരുമേനി പ്രസംഗിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, ആ തിരുമേനി പ്രസംഗിക്കട്ടെ. ഓ, എന്താ പറയുന്നത്? ഈ മകനെ അങ്ങ് വിടാം, അമ്മാമ്മയെ കണ്ടില്ലല്ലോ. എന്താ പറയുന്നേ? പള്ളിയിൽ പോയി. നീ അമ്മാമ്മയോടെ ചോദിക്കുന്നെങ്കിലോ, അച്ഛാ എന്നെ എന്തെന്ന് ചോദിച്ചാ പള്ളിയിൽ പോയി. ശ്രദ്ധിച്ചേ, ഈ പള്ളിയിൽ പോയി എന്ന് പറയുന്ന ആളുകളാണ് ഈ പള്ളിയുടെ പരിസരത്തെ പേരച്ചൂട്ടിലും മാഞ്ചൂട്ടിലും ഒക്കെ നിൽക്കുന്ന ആളുകൾ. ചുമ്മാ അത് പറയുന്നതല്ല. ശ്രദ്ധിച്ചേ,
പ്രോസ് എന്ന ഗ്രീക്ക് ഭാഷയിലെ പ്രിപ്പോസിഷൻ, ടുവേർഡ് ഓർ ടു. അപ്പം അവിടെ വീട്ടിൽ ഹാജർ വെച്ചിരിക്കുന്നത് എന്താണ്? വീട്ടിലില്ലാത്തതിന്റെ കാര്യം എന്താ? പള്ളിയിൽ പോയി. പള്ളിയിൽ എവിടാ പോയത്? അവിടെ പേരെ ചോട്ട് നിൽപ്പുണ്ട്, അവിടെ നിൽക്കുക. എല്ലാ ദേവാലയങ്ങളിലും ഇപ്പൊ പ്രത്യേകിച്ച് ആളുകൾ കുറവായതുകൊണ്ട് നിറഞ്ഞിരിക്കാൻ, ഇവിടെ തന്നെ നോക്കിക്കേ, ഇവിടെ എന്തുമാത്രം സ്ഥലം കിടക്കുന്നുണ്ട് അല്ലേ? അത് കവിഞ്ഞു കുറച്ച് പേരുണ്ട്. അപ്പൊ വീട്ടില് ഹാജരി വെക്കൽ വെച്ചിരിക്കുന്നത് പള്ളിയിൽ പോയി. യെസ്, എവിടെ പോയി? പള്ളിയിൽ പോയി. പരുമലയിലോട്ട് വരുന്നത് വേറെ ഒത്തിരി സ്ഥലങ്ങളിലോട്ട് പോകത്തക്ക രീതി ക്രമീകരിച്ച, അതൊന്നും പറയാൻ ഞാൻ സമയം കളയുന്നില്ല. ആ രീതി നമ്മൾ ചിന്തിക്കണ്ട, പോട്ടെ. അപ്പൊ അവര് ഈ മുറ്റത്തൊക്കെ തന്നെ ഇങ്ങനെയായിരിക്കും. രണ്ടാമതൊരിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷനാണ് എയ്സ് എന്ന് പറയും. എയ്സ് ചെറിയൊരു ഒറ്റ വാക്കാ. എയ്സ്, എപ്സിലോൺ, അയോട്ട, സിഗ്മ, എയ്സ് എന്ന ഒരു വാക്ക്. അതിന്റെ അർത്ഥം ടു ഓർ ഇൻ ടു എന്ന, അതിലേക്ക. അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിൽ ചെന്ന് എന്ത് അച്ചാനെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയി എന്നല്ല പറയുന്നത്, പള്ളിയിലേക്ക് പോയി. അവരായി അകത്തിരിക്കുന്ന ആളുകൾ. മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയൊക്കെ ബൃഹത്തായ ഭാഷയാണ് മറ്റു പല ഭാഷകളും, പ്രത്യേകിച്ച് ഈ മൂലഭാഷ. അപ്പൊ അവിടെ ഹുപ്പാകെ എയ്സ്റ്റോൺ ഒയ്ക്കോൺ സു എന്ന് പറഞ്ഞാൽ നീ നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് പോകുക എന്നാ യേശു പറയുന്നത്. ലിറ്ററലി. അപ്പൊ ഈ മനുഷ്യന്റെ പ്രത്യേകത നമുക്ക് ഇവിടെ വെച്ചൊന്ന് നോക്കാം. ഇവൻ ഇപ്പോഴെവിടെയാണെന്നാ ഞാൻ പറഞ്ഞത്? കല്ലറകളിലാ, ഗുഹകളിലാ. കല്ലറകളിലും ഗുഹകളിലുമായിരിക്കുന്ന മനുഷ്യൻ വീടിന്റെ ഉള്ളിലേക്ക് പോണം. തിരുമേനി ദൈവകൃപയാല് പള്ളിയോടടുത്തായി കല്ലറ എന്നുള്ളത് കൊണ്ട് മോനും മരുമോളും അച്ചായനും ഞാനും അമ്മച്ചിയും അപ്പച്ചനും എല്ലാം കല്ലറയിലൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ വീട് ഏകദേശം കല്ലറ പോലെയാ. കല്ലറകളുടെ ഒരു പ്രത്യേകത, സജീവരായ ആളുകൾ അവിടെ ഇല്ല, മരിച്ച ആളുകളാ. നമ്മുടെ സമയം തികയത്തില്ല, ഇനി അരമണിക്കൂർ പോലും ഇല്ല. മിക്ക വീടുകളെന്ന് ഞാൻ പറയുന്ന ചില വീടുകളെങ്കിലും ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട്. അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, മകളുണ്ട്, മരുമകളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷേ വീട് ഏകദേശം കല്ലറ പോലെയാ, പരസ്പര ബന്ധമില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നീ നിന്റെ വീടിന്റെ ഉള്ളിലേക്ക്. ഈ മനുഷ്യന് വീടുണ്ട്, ഭൂതാവിഷ്ടനായിരുന്ന മനുഷ്യന് വീടുണ്ട്, വീടില്ലാത്തവനല്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പൊ അവന് വീടുണ്ട്, പക്ഷെ ഇപ്പൊ അവന് താമസിക്കുന്ന ഇവിടെ കല്ലറയില്ല. വീടില്ലാത്തവർ ഇവിടെ ഇരിക്കുന്നവർ കൈപോക്കിക്കേ, ആരുമില്ല. എന്റെ ഭദ്രാസനത്തിൽ 185 കുടുംബങ്ങൾക്ക് ഭവനങ്ങളില്ല. സഭയിലുള്ള നിങ്ങൾക്ക് അറിയാമായിരുന്നു അത്? നിങ്ങളെല്ലാം വീടുള്ള അടുത്തുനിന്ന് വരുന്ന ആളായിരിക്കാം. എന്റെ ഭദ്രാസനത്തിൽ 185 കുടുംബങ്ങൾക്ക് വീടില്ല. വീടില്ലാത്തവനല്ല, വീട് മാത്രമല്ല ഇവനുള്ളത്, പിന്നെ ആരുണ്ട്? വീട്ടുകാരുമുണ്ട്. വീടുമുണ്ട്, വീട്ടുകാരുമുണ്ട്. പക്ഷെ അവന്റെ ജീവിതം കല്ലറയാ. ഈ വിഷയത്തെക്കുറിച്ച് മാത്രം ഡീപ്പായിട്ട് ചിന്തിച്ചാൽ ഒരു 3 മണി വരെ നമ്മൾ പല ആസ്പെക്റ്റുകൾ പറയും. പക്ഷെ അതിനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുക. നിങ്ങളെപ്പോലെയുള്ള പ്രബുദ്ധരായ ആളുകൾ പല കാര്യങ്ങളും അതിലേക്ക് ചേർത്ത് ചിന്തിച്ചാൽ മതി. വീടുണ്ട്, പക്ഷെ വീട്ടിൽ ബന്ധങ്ങളില്ല. യേശു തമ്പുരാൻ ഈ മനുഷ്യനെ വിടുന്നത് എന്റെ കൂടെ ഒരാളായി, 12 ശിഷ്യന്മാരുടെ കൂടെ 13-ാമതായ ഒരാളായി വരാനല്ല. നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ വീടിനെ നന്നാക്കുക,
ഒന്നാമത് വേണ്ടതെന്താ? അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇരിക്കുന്ന അനേകം ആൾക്കാരുടെ മുഖം കണ്ടാൽ അറിയാം അറ്റുപോയിട്ടുണ്ട്. യേശുദമ്പുരാൻ കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല. നീ നിന്റെ വീട്ടിൽ പോയി പ്രസ്താവിക്കാന്നേ പറഞ്ഞുള്ളൂ. ദൈവാനുഗ്രഹം ലഭിച്ചവനായതുകൊണ്ട് അവനറിയാം അതെങ്ങനെയാ പ്രസ്താവിക്കേണ്ടത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വർഷങ്ങളായി, എത്ര വർഷമാണെന്ന് നമുക്കറിയത്തില്ല, വർഷങ്ങളായി ഈ പന്നികളെ മേയിക്കുന്ന സ്ഥലം, യഹൂദന്മാരുടെ ഒരു ചുറ്റുപാടിൽ പന്നി എന്നുള്ളത് അശുദ്ധമായൊരു മൃഗമാകയാൽ പന്നികളെ മേയിക്കുന്ന സ്ഥലം അവർക്ക് പ്രിയപ്പെട്ട സ്ഥലമല്ല, അവർക്ക് വിരുദ്ധമായ സ്ഥലമാണ്. അപ്പൊ അല്പം അവരെ സംബന്ധിച്ച് മ്ലേച്ഛമായ ഒരു സ്ഥലത്താണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. രണ്ടാമത്, അവൻ വീടുണ്ടെങ്കിലും സജീവരായ ആളുകളുമായി സംസാരിക്കുന്നതിന് പകരം കല്ലറയിലുള്ള ആളുകളോട് സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അവൻ ബഹളം വെക്കും, അവൻ ആക്രോശിക്കും, നിലവിളിക്കും. അങ്ങനെ ആ നാട്ടുകാർക്ക് മുഴുവൻ ഭയം ഉണ്ടാക്കുന്ന മനുഷ്യനാ. നാട്ടുകാർക്ക് മുഴുവൻ ഭയമുണ്ടാക്കുന്ന മനുഷ്യനാ. അവന് ബന്ധമില്ല. അവനിങ്ങനെ ശക്തനാകുകയും ഇങ്ങനെ ആക്രോശിച്ച് സ്വയം മുറിവേൽപ്പിക്കുകയും ചങ്ങലയും ആ വിലങ്ങുകളും ഉരുമി പൊട്ടിക്കുകയും ചെയ്യുന്നവനാകിയാൽ ആർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ളിടത്തുനിന്ന് അവനെ അയക്കുന്നത്. മിക്കവാറും വീട്ടിൽ അങ്ങനെയാണല്ലോ. വീട്ടിൽ ഒരാൾ ശക്തൻ കാണുമല്ലോ. ശക്തൻ തമ്പുരാൻ ഒരാൾ വീട്ടിൽ കാണത്തില്ലേ? ഉണ്ട്. അവൻ രാവും പകലും അവൻ നിലവിളിക്കും. ആട്ടെ, വൈകിട്ട് എപ്പോഴെങ്കിലും അറേഞ്ച് ചെയ്യുന്ന ഒരു സമയത്ത് സന്ധ്യാപ്രാർത്ഥന നടത്തി ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടെ ഉറങ്ങാൻ പോകുന്ന ഏതെങ്കിലും വീട് ഇപ്പോഴുണ്ടോ ലോകത്ത്? ആളുകൾ ഇതൊക്കെ പണ്ട് ക്രമീകരിച്ചപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ബുദ്ധിയുള്ളവർ, ഇപ്പോഴത്തെ വലിയ പണമുള്ള ആളുകൾ വിചാരിച്ചു, അന്നൊക്കെ പാടത്തും പരപ്പത്തും ഒക്കെ പണി ചെയ്തുകൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വല്യപ്പച്ചനും വല്യമ്മച്ചും ഒക്കെ പ്രാർത്ഥിച്ചതാ. ഇപ്പൊ നമുക്ക് ഈ മൊബൈലിൽ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അങ്ങനെ ഒരു സമയത്തിന്റെ ആവശ്യമില്ല, ഉറക്കത്തിന് സമയമില്ല. അതാ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. രാവും പകലും അധ്വാനിക്കുന്ന തലമുറ. നിങ്ങളുടെ എല്ലാ വീടുകളിലുണ്ട് ഇങ്ങനെ ഒരു മോളോ ഒരു മോനോ കാണും. അല്ലെ നിങ്ങളിൽ തന്നെ പലരും ഉണ്ട്, ഇല്ലേ? എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല. ഉണ്ടോ? ഇല്ല. ഒരു അധ്യാപിക രാവിലെ എല്ലാം എഴുന്നേറ്റ് റെഡിയായി എല്ലാവരും 7:30 വണ്ടി കയറി 9:30 സ്കൂളിൽ വന്ന് ഒപ്പൊക്കെ ഇട്ട് 10 മണിക്ക് തുടങ്ങി വീണ്ടും 4 വരെ വർക്ക് ചെയ്ത് തിരിച്ച് ഒരു പ്രത്യേക സമയത്ത് വീട്ടിൽ വന്ന് മറ്റു കാര്യങ്ങൾ വ്യാപരിക്കുന്നതിനൊരു സമയനിഷ്ഠയുണ്ട്. എന്താ? ഒരു സമയനിഷ്ഠയുണ്ട്. ഒരൊറ്റ വീട്ടമ്മമാര് പറയട്ടെ ഞങ്ങളുടെ വീട്ടിൽ സമയനിഷ്ഠയുണ്ടെന്ന്. കൈപൊക്കിക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. നിങ്ങൾ ഇരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, മോനെ സന്ധ്യയായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊന്ന് പറഞ്ഞേ. അതിന് നിങ്ങൾക്ക് തന്നെ അന്നേരം വേറെ ബിസിനസ് ഉണ്ടല്ലോ. നീ ആ കൊച്ചുങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾ പറയും, മോനെ വരട്ടെ മോനെ, അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇതുകൂടെ ഒന്ന് ചെയ്തിട്ട് തിരിച്ചിതിലേക്ക് തന്നെ പോകണം. യേശു അയക്കുകയാണ്. അപ്പസ്റ്റല്ലോ. He has been sent as an apostle of Jesus to discharge his duty primarily at home and no place at all. ഒരൊറ്റ സ്ഥലം നന്നാക്കിയാൽ മതി കേട്ടോ. സഭയൊന്നും കയറി നന്നാക്കണ്ട, രാഷ്ട്രത്തെ നന്നാക്കണ്ട, നിങ്ങളുടെ വീടിനെ മാത്രം നന്നാക്കിയാൽ മതി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു 30 വർഷമായി ലോകം മുഴുവൻ, ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സംഭവിച്ചത്, വീടിന് കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ എടുത്തു കളഞ്ഞു. പണത്തിന്റെ പ്രാധാന്യം, അയ്യോ അത് വേണം. നമ്മുടെ സൗന്ദര്യം, അയ്യോ അത് വേണം. നമ്മുടെ കരിയർ, എന്തെങ്കിലും പ്രൊഫഷണൽ, അയ്യോ അത് വേണം. നമുക്ക് നല്ലൊരു വീട്, അയ്യോ അത് വേണം. നല്ല ആഡംബരം ഒരു കാർ, അത് വേണം. നമ്മൾ വിട്ടുകളഞ്ഞ ഒരു സ്ഥലം എവിടാ? ഏതാ? ഏതിനെ കുറിച്ചുള്ള കൺസേണാ വിട്ടത്? വീട്, 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 ഭവനം, ഭവനം.
കെട്ടിടമല്ല, ബന്ധങ്ങൾ വിച്ഛേദിച്ചു. 90 വയസ്സിന് മുകളിലുണ്ട് എൻ്റെ അമ്മ, ഇവിടെ അടുത്ത മുട്ട. അപ്പൊ ഞാൻ നാട്ടിൽ വരുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് പോകുകയും അമ്മച്ചിയുടെ അടുത്ത് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചിവിടെ വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എഴുന്നേക്കുന്നു, കുരിശൊക്കെ വരച്ച് സ്വീകരിച്ചെന്തുകൊണ്ട് മോനെ എന്ന് പറഞ്ഞ് അതൊന്ന് തലോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കസേരയിട്ട് ഞാൻ അവിടെ അടുത്തിരിക്കും. അപ്പൊ അമ്മച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അമ്മച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. ഞങ്ങളുടെ നാട്ടിലുള്ള ചില വീടുകളിൽ നടക്കാൻ പോകുന്ന കല്യാണം, മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പറയുക. അപ്പൊ ഇങ്ങനെ കുറേ നേരം അമ്മച്ചി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അമ്മച്ചി തന്നെ ചിരിച്ചിട്ട് പറയുവാണ്, മോനോട് ഞാനിതൊന്നും പറയേണ്ട ആവശ്യം, മോൻ ഇതുമായിട്ട് എന്ത് ബന്ധമാ, പിന്നെ എന്തേലും മോനോട് പറയണ്ടേ, അതിനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാന് അമ്മച്ചിക്ക് ദൈവകൃപയാൽ ആരോഗ്യവതിയായും ദൈവകൃപയിലും ഇരിക്കുന്നുവെങ്കിലും 90 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ പോയി വിശ്രമിക്കുന്നതിനേക്കാൾ അവിടെ തന്നെ ഇരിക്കും. അമ്മച്ചി അങ്ങനെ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നാ ഞാനൊന്ന് കിടക്കാൻ പോവാ മോനെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കും. മോന് വന്നാ പോയോ തിരുമേനി പോയൊന്ന് വിശ്രമിച്ചാട്ടെന്ന് പറയും. ഞാൻ അവിടെ തന്നെ പിന്നെ അങ്ങ് ഇരിക്കും. ചിലപ്പോൾ 2-3 മണിക്ക്, പിന്നെ 4 മണിക്ക് ചായ കുടിക്കുന്ന സമയം വരെ അവിടെ അങ്ങനെ ഇരിക്കും. ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചിട്ട് എത്ര നാളായച്ചാ? ഭാര്യയും ഭർത്താവും കൂടെ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി? അമ്മായിയമ്മേ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം കിടക്കാൻ നമുക്ക് സേനമില്ല. സ്വന്തം മകനും അപ്പനും തമ്മിൽ അപ്പന്റെ ചുമതലയുണ്ട്, അത് മോന്റെ ചുമതലയല്ല. അപ്പനായിരിക്കുന്നിടത്തോളം മോനും അപ്പനും തമ്മിലുള്ള ബന്ധത്തിൽ അപ്പനിൽ നിക്ഷിപ്തമായ ചുമതലയുണ്ട്. ആ ചുമതല എന്നുള്ള വാക്ക് കയറി പറഞ്ഞില്ലെങ്കിലും എന്നെ കൊണ്ട് മോനെ വിശേഷം, എന്താ നിന്റെ പ്ലാന്? ഓരോ ദിവസത്തെ കാര്യം അന്വേഷിക്കണം. സഭയെ നന്നാക്കാൻ വരരുതേ കയറി. ഈ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ വന്ന് സഭയെ കെട്ടിപ്പിടിക്കട്ടെ? വേണ്ട, സഭയെ കെട്ടിപ്പിടിക്കാൻ ഞാനും 12 പേരും കൂടെ ഉണ്ട്. നീ ആദ്യം പോയി നിന്റെ വീട് നന്നാക്ക്. ഞാൻ ഈ നാട്ടിലെ ഒരു പ്രമുഖനായ നേതാവാ, എന്തോതിന്? നീ ആദ്യം പോയി വീട് നന്നാക്ക്. അനുസരണമുള്ളവരും സത്യസന്ധതയുള്ളവരും സാൻമാർഗ്ഗനിഷ്ഠയുള്ള ആളുകളെ നിന്റെ വീട്ടിൽ രൂപപ്പെടുത്തുന്നതാണ് രാഷ്ട്ര നിർമ്മാണം. ഐ റിപ്പീറ്റ്, സത്യസന്ധതയുള്ളവരും അനുസരണമുള്ളവരും ദൈവഭയമുള്ളവരും സന്മാർഗനിഷ്ഠയുള്ളവരുമായ ആളുകളെ രൂപപ്പെടുത്തുന്നതാണ് രാഷ്ട്ര നിർമ്മാണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം രാവും പകലും അധ്വാനിക്കുക. എന്താ, അവന് വിദേശത്തെ ഒരു കമ്പനിയിലെ അവിടുത്തെ സമയം വെച്ചാ വർക്ക് ചെയ്യുന്നത്. പകല് മുഴുവനും അവിടെ ആക്റ്റീവായിരുന്നു, പിന്നെ രാത്രി വെളുക്കോളൂ. പിന്നെ എപ്പോഴാണ് അവൻ ഉറങ്ങുന്നത്? ഞായറാഴ്ച 5 മണിക്ക് വെളുപ്പിനെ മുതൽ തുടങ്ങി. എപ്പോഴാണ് വീട്ടിൽ നിന്ന് അമ്മ ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുന്നിടം വരെ 12 മണി. അന്നേരമെങ്കിലും വിളിക്കാതിരുന്നാൽ അവനൊരു 4 മണി വരെ കിടന്നുറങ്ങും. വാ തുറന്ന് സംസാരിക്കണം. വെറുതെ കൗൺസിലിംഗ് സെന്ററിൽ പോയിട്ട് കാര്യമില്ല. വാ തുറന്ന് സംസാരിക്കണം. നീ നിന്റെ വീടിന് ഉള്ളിലേക്ക് പോകുക മീൻസ് ഗോ ടു യുവർ ക്ലോസ് സർക്കിൾസ്. നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ. കണ്ടോ, അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചത്. ഹുപ്പാകെ എയ്സ്റ്റോൺ ഓയ്ക്കോൺ സു. നിന്റെ വീടിനുള്ളിലേക്ക് പോകണമെന്നുള്ള ആ ആശ്ചര്യമായ കാര്യം ഈ മലയാളത്തിലേക്ക് വിവർത്തനമൊക്കെ ചെയ്തപ്പോ എങ്ങനെ അവർ പറഞ്ഞത്? നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കലേക്ക് ചെന്ന്, അവരുടെ അകത്തേക്ക് ചെന്ന്. അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. അടുക്കിലേക്ക് ചെല്ലണം. യു ഹാവ് ടു റീച്ച് ഔട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്മ അടുക്കളയിലുണ്ട്. അപ്പൊ നമ്മള് മേളത്തെ നിലയിൽ നിന്ന് ഇതെല്ലാം വാരിപ്പെറുക്കി റെഡിയായി അപ്പുറത്തെ ഗ്യാരേജിന്റെ റോഡിൽ കൂടെ അങ്ങ് പോവുക. നോ, അടുക്കളയിലുള്ള അമ്മയുടെ അടുത്തോട്ട് ചെന്ന് പോവാണെന്ന് പറയണം. അങ്ങനെ പറയണമെങ്കിൽ ആദ്യമേ ആ ബന്ധം നല്ല ദൃഢമാകണം. നമുക്കറിയാം അപ്പൻ അപ്പുറത്തെ മുറിയിലുണ്ടെന്ന്, അതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക. നമുക്കറിയാം അപ്പച്ചൻ ആ ചാരുകസേരയില്
തിണ്ണയിലുണ്ടെന്നറിയാം. അപ്പച്ചനെ അറിയിക്കാതെ പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. അപ്പച്ചന്റെ അടുക്കിലേക്ക് ചെല്ലുക, അപ്പച്ചന്റെ ഉള്ളിലേക്ക് ചെല്ലുക. അല്ല, അപ്പച്ചനെ ബൈപ്പാസ് ചെയ്യാനല്ല. ടു റീഇൻസ്റ്റിറ്റ്യൂട്ട് ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്, ദ പേഴ്സണൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മനുഷ്യൻ, അവൻ എന്തുണ്ടെന്നാ പറഞ്ഞത്? വീടുണ്ട്. ഉണ്ടല്ലേ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞേ. നിന്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ ആരുണ്ടായിരുന്നു നേരത്തെ? ഇവൻ കല്ലറയിലായിരുന്നെങ്കിലും അവൻ ആരുണ്ട്? പ്രിയപ്പെട്ടവരുണ്ട്, അല്ലേ? ഈ മനുഷ്യൻ കല്ലറയിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ സ്വാഭാവികമായി പറഞ്ഞാൽ ഇവൻ പറഞ്ഞു തുടങ്ങുന്നത് എന്തായിരിക്കും? ഒരു ഐഡിയ ഇല്ല, അല്ലയോ? ഐഡിയ കിട്ടുന്ന തരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ പറയാം. എനിക്ക് വലിയ അനുഭവമുള്ളതല്ലെങ്കിലും സമയാസമയത്ത് മേശപ്പുറത്ത് ഇതൊക്കെ വെക്കണമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ടല്ലോ ഭാര്യമാർക്ക്, അല്ലേ? അത് ഒരു നേരത്തെ ഇതൊന്ന് കുറഞ്ഞു പോയാലോ, സമയം തെറ്റിയാലോ, ഭൂകമ്പമാ, അല്ലേ? ഈ മനുഷ്യൻ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞു തുടങ്ങേണ്ടിയിരുന്നത്. എനിക്ക് നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എവിടെ വെച്ച് തുടങ്ങണം? നമുക്ക് സാധാരണ ഉള്ള ബന്ധം തുടങ്ങാം. എൻ്റെ അപ്പനെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മൂത്തമോൻ, മൂത്തമോൾ, രണ്ടാമത്തെ മോൻ, രണ്ടാമത്തെ മോള്, പിന്നെ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന വേലക്കാര്, അയ്യോ യജമാനനെ, കുഞ്ഞേ, തമ്പ്രാനെ എന്നൊക്കെ വിളിച്ച ആള്. ഇങ്ങനെ എല്ലാ ആളുകളും എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഒറ്റപ്പെട്ട് കല്ലറയിലായിരുന്നപ്പോൾ ആളുകൾ എന്നെക്കുറിച്ച് അവന്റെ അടുക്കലൂടെ പോകരുതേ, അവൻ മോശമായ വാക്കുകൾ ഉപയോഗിക്കും, അവന്റെ അടുക്കലൂടെ പോകരുത്, അവൻ കല്ലെടുത്തെറിയും, അവന്റെ അടുക്കലൂടെ പോകരുത്, അവനെ നമ്മളെ ആക്രമിക്കും എന്ന് പറഞ്ഞ് എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളാരും എന്നെ തേടി അവിടെ വന്നില്ല. ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങുന്നത് സത്യത്തിൽ, അല്ലേ തങ്കച്ചേ? ലല്ലിയ അല്ല. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാം മനോഭാവം കണ്ടിട്ട് കർത്താവേ സ്തോത്രം, കർത്താവേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് മഹത്വം, മഹത്വം, ദൈവത്തിന് മഹത്വം, ഓ ദൈവത്തിന് മഹത്വം ആണോ? സമയം കിട്ടപ്പോ ചിന്തിച്ചാൽ മതി. കല്ലറയിൽ അല്ലാഞ്ഞിട്ട് ഇതാ വീട്ടില്. അപ്പൊ കല്ലറയിൽ ഒറ്റപ്പെട്ട ജീവിതം ഇതുപോലുള്ള അനുഭവമാണെങ്കിൽ എന്തായിരിക്കും തിരിച്ച് വീട്ടിൽ വന്ന് പറയുന്നത്? പരിഭവങ്ങൾ മാത്രമേ പറയുള്ളൂ. പരിഭവങ്ങൾ പറയുന്നത് നിർത്തണം. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ആദ്യമേ പരിഭവങ്ങൾ പറയുന്നത് നിർത്തുക. സ്റ്റോപ്പ് ഗ്രംബ്ലിംഗ്. നിർത്തണം. ബ്രേക്ക് ഇട്ട പോലെ നിർത്തണം. അതുകൊണ്ടാണ് നീ നിന്റെ വീട്ടിലേക്ക് പോകാനെന്നല്ല യേശുവമ്പുരാൻ പറഞ്ഞത്, ആണോ? അല്ല, നീ നിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ എന്തു പറയണമെന്നും കൂടെ കർത്താവ് പറയുന്നുണ്ട്. നീ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക. നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും, വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ടു യു and what God has graciously granted to you, proclaim this to the inner circle of your home. 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആരെങ്കിലും വീട്ടിൽ ഈ നാട്ടിൽ ഇപ്പോ ഉണ്ടോ? എന്തോ അതിന് വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന എന്തിനാ? തിരിഞ്ഞു കിടക്കാനോ? പ്രാർത്ഥിക്കാനോ? അയ്യോ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ.
മരത്തിൻ കൊമ്പിലിരിക്കും പക്ഷി ഉരയ്ക്കും ശബ്ദമതുകേ. ആരാ ഇപ്പൊ ഈ പാട്ട് പാടുന്നത്? മനമേ ഭക്ഷിഗണങ്ങളുണർന്നിത പാടുന്നു ഗീതങ്ങൾ. ഏത് വീട്ടിലാ? ഹലോ, ബാക്കിയൊക്കെ പാടുമെന്ന് എനിക്കറിയാം. ഏത് വീട്ടിലാണെന്ന് കൈപൊക്കിയാ കൊള്ളായിരുന്നു. അല്ല, അതിലൊന്ന് വരാനാ. ഒറ്റ ഒരുതിനും പൊക്കിയില്ലല്ലോ. പള്ളിയിലിരുന്ന് കള്ളം പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു ബോധ്യമുണ്ട്, ഇല്ലയോ? ആ പോട്ടെ, അതിന്റെ സാമൂഹിക, അതിന്റെ രാഷ്ട്രീയ, അതിന്റെ മതപരമായ, അതിന്റെ എക്കണോമിക് വശത്തേക്ക് പ്രസംഗിക്കാൻ ഇപ്പൊ നമുക്ക് സമയം കിട്ടുന്നില്ല. കിട്ടുന്ന ദീർഘമായ സമയത്ത് നമ്മൾ അതെല്ലാം അനലൈസ് ചെയ്യും. മോന് ഇന്നൊരു സമ്മേളനമുണ്ട്. നീ ആദ്യമേ വീട് നന്നാക്കുക, അതിനുശേഷം നാട് നന്നാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, എന്താ? സത്യസന്ധരായ, ദൈവഭയമുള്ള, സാൻമാർഗനിഷ്ഠ. ആർക്കാ? അല്ലേ, ആർക്കാ സാൻമാർഗനിഷ്ഠയുള്ള? ഇപ്പോഴത്തെ ഭാരതത്തിന്റെ, കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ അങ്ങനെ സാൻമാർഗനിഷ്ഠ വേണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പ്രസ്താവിക്കുന്നുണ്ടോ? ചെറിയ ചാനലുകളിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതിന്റെ നിഷ്ഠ വേണമെന്ന് പറയുന്നുണ്ടോ കുഞ്ഞെ? നീ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറയുന്നുണ്ടോ അവിടെ? അതിനെ കൊക്കുന്നിടത്തോളം ഭാര്യമാരുടെ കൂടെ പോകാനെന്നാ ഇപ്പോഴത്തെ മൈത്രിയും പറയുന്നത്, അല്ലേ? ആ, അതെ. ആവശ്യത്തേക്ക് ഒത്തിരി നമുക്ക് പള്ളിയായോണ്ട് സമയം കളയണ്ട. അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ആ ചിട്ടകളൊക്കെ ഉള്ളവൻ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന പോലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ഉദ്യോഗസ്ഥരായാൽ മതി, സഭാ നേതാക്കനായാൽ മതി. ശരിക്കും വീട്ടിൽ പോയി അവൻ അനുഭവിച്ച തിക്തഫലങ്ങൾ, തിക്താനുഭവങ്ങൾ, ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങൾ, ഒരു മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ടവർ തന്റെ അടുക്കലൂടെ വരാതെ ആളുകൾ എന്നെ കണ്ട് ഭയന്നോടിയിട്ടുള്ള, ഞാൻ ഒറ്റപ്പെട്ടു പോയ ചങ്ങലകളാൽ നിങ്ങൾ പല പ്രാവശ്യം വന്ന് ഞാൻ അവിടെ തന്നെ ആയിരിക്കണമെന്ന് എന്നെ ബന്ധിച്ച് അവിടെ ബന്ധിച്ചിട്ട കാര്യങ്ങൾ, അതൊക്കെ അങ്ങോട്ട് ഹൃദയഭേദകമായി പറഞ്ഞാൽ വീട്ടിൽ വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുകൊണ്ട് യേശു തമ്പുരാൻ അവനോട് നിഷ്കർഷിച്ചു, കർത്താവ് നിനക്ക് ചെയ്തതിനെ കുറിച്ച് പറയുക. കരുണ എന്ന വാക്കാണ് പ്രധാനം. കരുണ, കരുണ, കരുണ. എല്ലാരും പറഞ്ഞേ കരുണ. പറഞ്ഞേ മേഴ്സി. പറ. ആ, അപ്പൊ കർത്താവ് നിന്നോട് കരുണ ചെയ്തു എന്ന് ഉപയോഗിക്കുന്നതിന് എലൈസോൺ എന്നുള്ളൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എലിയോ എന്നുള്ള വാക്കിന്റെ മേഴ്സി കരുണ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, സമയപരിമിതി പോലെ ഞാൻ നിർത്തുകയാണ്. യേശു തമ്പുരാൻ അവനോട് പറയുന്നത്, നീ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് കുറിയേലായിസോൻ എന്ന് പറയണം. ഒരൊറ്റ വീട്ടിൽ കുറിയേലായിസോൻ എന്നുള്ള വാക്ക് ഉച്ചരിക്കുന്നില്ല. അറിയാതെ വല്ലതും വന്നെങ്കിലേ ഉള്ളൂ. സന്ധ്യക്ക് നിങ്ങളുടെ വീട്ടിൽ കുറിയേലായിസോൻ എപ്പോഴായി കുറിയേലായിസോൻ വീട്ടിൽ പറയുന്നത്? ഭക്ഷണം വിളമ്പെടുപ്പോ, കിടക്കാൻ നേരത്തോ, സന്ധ്യയ്ക്കോ, എപ്പോഴാ അച്ഛാ പറയുന്നത്? ആ, നമ്മൾ അറിഞ്ഞ് പറയുന്നില്ലെന്ന് അച്ഛൻ സത്യമായിട്ട് പറഞ്ഞു. അറിയാതെ വല്ലതും വന്നെങ്കിലേ ഉള്ളൂ. കിറിയേൽ എലൈസോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം കർത്താവേ. കിറിയോ മീൻസ് കുറിയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം, കുറിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലോർഡ്, മാസ്റ്റർ. അപ്പൊ യേശുവിനെ അഭിസംബോധനയല്ല, ദൈവത്തെ തന്നെ ആകാം കർത്താവ് എന്നുള്ള രീതിയില്. എലൈസോൻ എന്ന് പറഞ്ഞാല് എന്റെ മേൽ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമെന്ന. അപ്പോൾ കിറിയേലൈസോൻ, കുറിയേലായിസോൻ എന്ന് മലയാളികളായ നമ്മൾ അല്പം വകഭേദം വരുത്തി കുറിയേലായിസോൻ എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആര് പറയണമത്? ഭാര്യ പറയണം. ഇപ്പൊ ഇവിടുന്ന് എന്ന ഭർത്താവ് പറയണം. അല്ല, ഒരു മൂത്ത മകനാണെങ്കിൽ ആ മകൻ പറയണം. അവന്റെ സഹോദരനായ അനുജൻ പറയണം. അപ്പച്ചൻ പറയണം. അമ്മച്ചി പറയണം. വേലക്കാരിയും പറയണം. എന്ത്? കർത്താവേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ പ്രസംഗം കേട്ട് നാളെ ശനിയാഴ്ച 5 മണിക്ക് ആരും എഴുന്നേക്കത്തില്ല. ഒരു 7 മണിക്ക് വല്ലതും ആരെങ്കിലും എഴുന്നേറ്റ് മൊബൈൽ നോക്കിയതിന് ശേഷം മെസ്സേജൊക്കെ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന മരുമോൾക്ക് ഇഷ്ടമാകുമായിരിക്കുമോ? അല്ല ചാതി വെളുപ്പിനെ ഒന്ന് കണ്ണടച്ച് ഇച്ചിരി ഉറങ്ങാന്ന് വിചാരിക്കുന്ന അപ്പച്ചൻ എന്തോ പറയുമായിരിക്കും. വടിയെടുത്ത് അവിടെ കുത്തിയിട്ട് ഇവനൊക്കെ ചുമ്മാ മനുഷ്യന്റെ ധൈര്യങ്ങളെ. അത്ര എളുപ്പമൊന്നുമല്ല. ബട്ട് ജീസസ് ഇൻസിസ്റ്റഡ് ഹിം to go to your inner circle at home and tell what the Lord has done to you. ഈ പള്ളിയിൽ, നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന പള്ളിയിൽ ഇവിടെയും ഇവിടെയും നിന്ന് ദൈവത്തിന്റെ കരുണ ഇറക്കി സ്ഥാപിച്ച് അനുഗ്രഹിച്ച് വിട്ടിടത്തുനിന്നാണ് ഇപ്പം വീട്ടിയിരിക്കുന്ന വല്യപ്പച്ചനും വല്യമ്മച്ചയും കുടുംബജീവിതം തുടങ്ങിയത്. കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ഭൗതിക സംവിധാനത്തിന്റെ പേരാണ് വീട്. അത് കൊട്ടാരമായാലും കൊള്ളാം, കുടിലായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കരുണയിൽ നിന്ന് ആരംഭിച്ചതാണ്. പക്ഷെ രാവും പകലുമുള്ള നമ്മുടെ ആ അധ്വാനം കൊണ്ടും ഒറ്റപ്പെട്ട അവസ്ഥ കൊണ്ടും ചങ്ങലയിൽ ബന്ധിച്ചത് കൊണ്ടും ഒക്കെ നമ്മൾ പരിഭവങ്ങൾ, പരിദേവനങ്ങൾ ഇത് മാത്രം പറയുന്ന ഇടമാക്കി വീടിനെ നമ്മൾ ശവപ്പറമ്പുകളാക്കി. യേശു തിരിച്ച് ശവപ്പറമ്പുകളെ വീടുകളാക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, അവിടെ നിൽക്കുന്നവർ ശക്തരായതുകൊണ്ട്, കാരണം നിൽക്കാനുള്ള ഹെൽപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഈ മനുഷ്യന്റെ പ്രത്യേകത ഇവനെ ആർക്കും നിയന്ത്രിച്ചുകൂടാ. ഒരു മൊബൈൽ ഫോണും +2 കഴിഞ്ഞ ഒരു മകനെ ആരാ നിയന്ത്രിക്കുന്ന വീട്ടിൽ? ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഒന്ന് കൈപോക്കി എന്റെ മകൻ എന്റെ നിയന്ത്രണത്തിനാണെന്ന് പറയാമോ? നമ്മൾ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലാണോ? അല്ല. കാരണം നമ്മൾ ഗേറ്റ് അടച്ചു, വീടിന്റെ വാതിലടച്ചു, അടുക്കളയുടെ അവിടെ അടച്ചു, നമ്മൾ മുറി കയറി വാതിലും അടച്ചു. പക്ഷേ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഒന്ന് കുത്തി, അപ്പൊ നമ്മൾ ലോകത്തിലേക്ക് പറന്നിറങ്ങി. അപ്പൊ അതിന് വാതിലുണ്ടോ? ഇന്റർനെറ്റ് ഓണാക്കുന്നതിന് വാതിലുണ്ടോ? ഉണ്ടോ? നമ്മൾ അടച്ച വാതിൽ ഏതാ? ഗേറ്റ്. ആരും കയറരുത്. ഓ ആയിക്കോട്ടെ. നമ്മൾ അടച്ച വാതിൽ ഏതാ? ആ വീടിന്റെ വാതിലുകൾ. ആരും കയറരുത്, ഭൗതികമായി പൊട്ടിച്ചു കയറരുത്. ഇപ്പൊ നമ്മൾ തുറന്നിരിക്കുന്ന വാതിൽ ഏതാ? ആർക്ക് വേണേലും നമ്മുടെ മുറിയിലേക്ക് വരാം, നമ്മൾ കിടക്കുന്നിടത്ത് വരാം, നമ്മൾ പോകുന്നിടത്ത് വരാം, നമ്മുടെ അടുക്കിലേക്ക് വരാം. ദിസ് ഈസ് ദ വീക്ക്നെസ്, ദ വൾണറബിൾ പോയിന്റ് ഇൻ മോഡേൺ ലൈഫ്. അപ്പൊ ഒരു ഭാഗത്ത് ഇവൻ ഈ ചങ്ങലകളും ഈ ചെയിൻസും ആ ഫെറ്റേഴ്സും ഒക്കെ ഇങ്ങനെ ഉരുമി ഉടച്ചു കളയാൻ ശക്തനാണെങ്കിലും ഇവൻ സ്വയം മുറിവേൽപ്പിക്കുന്നവന് ഈ മനുഷ്യ കല്ലറയിലായിരിക്കും. അവന്റെ പ്രശ്നം എന്താ വെച്ചാ അവൻ സ്വയം മുറിവേൽപ്പിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട്, മോനെ ഈ സ്വയം മുറിവേൽപ്പിക്കുന്ന ഈ അഭിമാനം നിർത്തണം. അപ്പൊ ചിലരൊക്കെ ഇപ്പം വലിയ അഭിമാനമായിട്ട് പറഞ്ഞു, വെച്ചോ അത് പള്ളിയിൽ പറഞ്ഞാൽ മതി, വീട്ടിൽ വന്ന് പറയണ്ടോ? ഞങ്ങളുടെയോ? ഓ ആയിക്കോട്ടെ. പള്ളിക്കൂടത്തിൽ ഏതായാലും പറയുന്നില്ല, ഉണ്ടോ? കോടതികളിൽ പറയുന്നുണ്ടോ? ഇല്ല. രാഷ്ട്രത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. രാഷ്ട്രീയത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. ഇനി പള്ളിക്കൂടം പണിയുന്നതിന് അടിസ്ഥാനമായ പള്ളിയിൽ കൂടെ ഇത് പറയുന്നില്ലെങ്കിൽ ഈ സമൂഹവും സഭയും എന്തായി തീരും? ബുദ്ധിയുള്ളവൻ, വിവേകമുള്ളവൻ ചിന്തിച്ചു കൊള്ളുക. നമ്മളിതെല്ലാം വാരി വലിച്ച് വീട്ടിന്റെ മുറികളിലേക്ക് കൊണ്ടുവന്നിട്ട് വീട്, ഭവനം, അനുഗ്രഹീതമായ ദൈവമക്കൾ വസിക്കുന്ന ഇടങ്ങളെ ശവപ്പറമ്പുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശക്തരാണെങ്കിലും രാപകൽ അധ്വാനിക്കുന്നവരാണെങ്കിലും പണത്തിന്റെ ആധിക്യമുണ്ടെങ്കിലും നമ്മൾ സ്വയം മുറിവേൽപ്പിക്കുന്നവരാണ്. We hurt ourselves. നമ്മൾ സമൂഹത്തെയോ നമ്മളെയോ പണിയുമല്ല, ദൈവം ദാനമായി നൽകുന്ന
ആ ജീവനെ വളർത്തുന്നതിന് പകരം വി ഡിസ്ട്രോയ് അവർ ലൈഫ് ഇൻസ്റ്റെഡ് ഓഫ് കൺസർവിംഗ് ആൻഡ് പ്രിസർവിംഗ് ദ ലൈഫ് വിച്ച് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ചിലരുടെ വീടുകളുടെ ചില മുറികള് ബാറുകളായി മാറിയിരിക്കുക. അനേകരുടെ വീടുകൾ അനാശാസ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കിയിരിക്കുക. അവിടെ കുറിയേലായിസോൻ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് തുടങ്ങണം. ആര് തുടങ്ങും? സുബോധമുള്ളവൻ തുടങ്ങണം. ഇപ്പൊ കേരളത്തിൽ സുബോധമുള്ളത് ആർക്കാ? ആർക്കെങ്കിലും ഉണ്ടേ കൊള്ളാം. സമയം തികയോ? ഇല്ല. ആ വിഷയത്തിലേക്ക് പോയ സമയം തികയോ? നമുക്കില്ല. സുബോധം ഉണ്ടാകാനുള്ള സംവിധാനം എന്തുവാ ഇവിടെ ഇപ്പോൾ ഉള്ളത്? ഒന്നുമില്ല. എല്ലായിടത്തും അത് പരിപോഷിപ്പിക്കുക. ഭൗതികമായ രീതിയിൽ മനുഷ്യന് മെച്ചമുണ്ടായാൽ സ്വസ്ഥതയും സമാധാനവും അഭിമാനവും ഉള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാമെന്ന് ചിന്തിക്കേണ്ട. മെറ്റീരിയലിസം won't be creative in creating a peaceful, decent society and also a church, a home. അത് രണ്ടും രണ്ടാ. പട്ടിണിയും പരിവട്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നിച്ചു കിടക്കാനുള്ള സംവിധാനം പോലും ഇല്ലാതെ ജീവിച്ചാലും പതിവ്രത മെത്തയിലും അതുപോലുള്ള ആഡംബരങ്ങളിലും കിടക്കുന്നിടത്ത് നിന്ന് റിമോട്ട് ഓണാക്കിയാൽ തുറക്കുകയും ചെയ്യുന്ന വാതിലുകളും വാതാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സത്യനിഷ്ഠയില്ലെങ്കിൽ, ദൈവഭയമില്ലെങ്കിൽ, പ്രാർത്ഥനയില്ലെങ്കിൽ, മനുഷ്യരും തമ്മിൽ ഹൃദയം തുറന്ന സംസാരമില്ലെങ്കിൽ, ബന്ധങ്ങൾക്കും നല്ല ധാർമ്മിക ചിട്ടകൾക്കും മൂല്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് ശവപ്പറമ്പായി പോവുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞെ, ഞാൻ നിന്നെ ഒന്ന് സ്പർശിച്ചതിനാൽ ആ പഴയ കാര്യങ്ങൾ, ആ ഗതകാലം, ആ തിക്തമായ കണ്ണീരിന്റെ അനുഭവങ്ങൾ നീ ക്ഷമിക്കൂ, നീ പൊറുക്കൂ. അതുകൊണ്ട് നീ നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു തുടങ്ങേണ്ടത്, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എനിക്ക് കർത്താവ് കരുണ ചെയ്തത് പറയണം. നിങ്ങൾ എത്ര സമയം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിനെ കുറിച്ച് വീട്ടിൽ പറയുന്നുണ്ട്? വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് ഏത് സമയത്താണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നത്? അങ്ങനെ പറയാമെന്ന് പോലും ആളുകൾക്ക് അറിയത്തില്ല. ഒരു മാമോദീസ കഴിഞ്ഞ ഒരു വീട്ടില് അന്നത്തെ ആ ഒരു തിരക്കിന്റെ ഇടയിൽ വേണ്ട, പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അനുഗ്രഹം? എന്താണ് ആ കുഞ്ഞിനെ മാമോദീസമാക്കി കൊണ്ടുവന്ന ആളെന്നുള്ള നിലയിൽ നമ്മുടെ വീട്ടിലെ എന്റെ തലത്തൊട്ടപ്പന്റെ അമ്മയുടെ, ഈ കുഞ്ഞിന്റെ അപ്പന്റെ അമ്മയുടെ, ഈ കുഞ്ഞിന്റെ ഒക്കെ ചുമതല എന്താ എന്ന് വീട്ടിൽ സംസാരിച്ചാൽ ടാക്സ് വല്ലതും കൊടുക്കേണ്ടി വരുമോ? ഇപ്പോഴത്തെ രീതിയിൽ ഗവൺമെന്റിൽ നിന്ന് വല്ലതും വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കുന്നതുകൊണ്ട് വീട്ടിനെ അടച്ചുപൂട്ടും അങ്ങനെ നിയമം വല്ല ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ ക്രിസ്തീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വിലക്കുണ്ടെന്നേ. നീ ഇവിടെയും വന്നുകൂടായികയില്ല. ദൈവം നിനക്ക് ചെയ്തത്, കർത്താവ് നിനക്ക് ചെയ്തത് നീ പ്രസ്താവിക്കുക. അവൻ പോയി എന്ത് ചെയ്ത് നമുക്ക് നോക്കിയാലോ? അവൻ വീട്ടിലോട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് നമുക്കറിയത്തില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ശേഷം അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ച് തുടങ്ങി. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ ചെയ്തത് അധികപ്പറ്റ. യേശു അവനെ എങ്ങോട്ടായിരുന്നു അയച്ചത്? വീട്ടിലേക്ക്. അവൻ പോയത് കൂടോട്ടാ ദെക്കപ്പൊലി ദേശങ്ങളിൽ. ദെക്കപ്പൊലീസ് എന്ന വാക്കിന്റെ അർത്ഥം 10 പട്ടണങ്ങൾ എന്നാണ്. ഡക്ക എന്ന വാക്കിന്റെ അർത്ഥം 10, പൊലിസ് എന്ന വാക്കിന്റെ അർത്ഥം പട്ടണം. ഡക്ക മീൻസ് 10 ആൻഡ് പൊലിസ് മീൻസ് സിറ്റി. ഈ പൊലിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് നിയമപാലകരായ പോലീസ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷിലെ മുട്ടിഞ്ചുട്ടുമൊക്കെ പോകുമ്പോൾ നിയമം നല്ല പാലനമാണല്ലോ. ആ പാലിക്കുന്നവരെന്നായ പോലീസ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്ന എവിടുന്ന? ദ ഇംഗ്ലീഷ് വേർഡ് പോലീസ് ഈസ്
derived from the Greek word polis, which means city. എന്താണ് ഇതിന്റെ അർത്ഥം എന്നൂടെ ഒരു വാക്ക് പറയണമല്ലോ. പട്ടണങ്ങളിലുള്ളവര് സംസ്കാര സമ്പന്നരും ഗ്രാമത്തിലുള്ളവര് അത്ര സംസ്കാരമില്ലാത്തവരെന്ന് പഴയ കാലത്തൊരു ചിന്തയുണ്ടായിരുന്നു ഗ്രീക്കുകാർക്ക്. അപ്പോൾ ഇനിയും പട്ടണത്തിൽ ഈ ഗ്രാമത്തിലൊക്കെ ഉള്ളവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ വിദ്യാസമ്പന്നരായ സംസ്കാര സമ്പന്നരായ പട്ടണവാസികൾ അതിനെ കൈകാര്യം ചെയ്യുവോളും എന്നുള്ള അർത്ഥത്തിലാണ് പോലീസ് എന്ന വാക്കിൽ നിന്ന് പോലീസ് എന്ന വാക്കുണ്ടായത്. ദൈവം അവരോട് ക്ഷമിക്കട്ടെ. അങ്ങനെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പോട്ടെ, നമുക്ക് തിരിച്ചതിലേക്ക് വരാം. അവൻ വീട്ടിൽ മാത്രമല്ല 10 പട്ടണങ്ങളിൽ ഇത് പ്രസ്താവിച്ചു തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ഹെറാൾഡിങ്. അവൻ തുടങ്ങിയതേ ഉള്ളൂ, അവസാനിപ്പിച്ചോ? അപ്പൊ ഇന്നും തുടരുന്നുണ്ടായിരിക്കുന്നുള്ള രീതിയിൽ യേശു ഏൽപ്പിച്ചതിൽ നിന്ന് എത്ര മടങ്ങ് അധികമാണ് അവൻ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മുടെ ഈ നാട്ടിലൊക്കെ ആളുകള് രാവിലെ വീട്ടിൽ ചെന്നാല് നമുക്ക് എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിലെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ തരും. ഇപ്പൊ പിന്നെ വീട്ടിൽ കഞ്ഞിവെപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടും വീട്ടിലൂണ് പിന്നെ ഓരോരുത്തരുടെ പേര് പറഞ്ഞാണല്ലോ, അതെല്ലാം റോഡിലുള്ളത് കൊണ്ട് വീടൊരു ശവപ്പറമ്പ് തന്നെയാ. പോട്ടെ. അപ്പോ ഈ ഒരു ഗ്ലാസ് ചായയായിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ ഉച്ച സമയത്ത് അല്ലെ 10 മണിക്ക് 11 മണിക്കൊക്കെ ഈ മധ്യവേനൽ സമയത്ത് ചെന്നാല് ആ അമ്മച്ചി, ആ മകൾ, ആ ആളുകള് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നതോടൊപ്പം 1 കപ്പ് വെള്ളം കൂടി ഇങ്ങനെ പിടിച്ച് അതിൽ നിന്ന് 1 ഗ്ലാസ് തന്നിട്ട് അവിടെ നിൽക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, ഇപ്പോഴത്തെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം സത്യസന്ധരായതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളമെന്ന് ചോദിച്ചാൽ അവർ 1 ഗ്ലാസ് മാത്രമേ തരത്തുള്ളൂ. കാരണം സത്യസന്ധരായതുകൊണ്ട് 1 ഗ്ലാസ് എന്ന് ചോദിച്ചു, ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. 1 ഗ്ലാസ്. അതായത് യേശു അവനോട് പറഞ്ഞത് നിന്റെ വീട്ടിൽ പോയി പറയാനാ ഈ കാര്യം, അല്ലേ? അവനോ യേശു പറഞ്ഞതിന്റെ ഇരട്ടി 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 പ്രസ്താവിച്ചു തുടങ്ങി. അപ്പങ്കേലിയോ എന്നുള്ളൊരു വാക്കായി പ്രസ്താവിക്കുക എന്ന് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഏവങ്കേലിയോ എന്നുള്ള വാക്ക് വരുന്നത്. അതിന്റെ അർത്ഥം ഹി പ്രൊക്ലൈംഡ്. പറഞ്ഞായിരുന്നോ? ഇല്ല. എന്താ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്താ? ഞാന് കഴിഞ്ഞ 5-10 വർഷമായിട്ട് പ്രാന്താലയത്തിലായിരുന്നു. ആരോടും പറയല്ലേ. അങ്ങനെയാണ് അവൻ പറഞ്ഞേ. യേശു അവനോട് ചെയ്തത്, ദൈവം അവന് ചെയ്ത കരുണ അവൻ വീട്ടിൽ മാത്രമല്ല ദേശത്ത് മുഴുവൻ പ്രസ്താവിച്ചു. വേദപുസ്തകം വായിക്കുക വീട്ടിൽ. അപ്പുറത്തുള്ളൊരു കേട്ട ശിവകൃപയെ ഞാൻ അവൻ മോളെ ഇച്ചിരിയുടെ ശബ്ദത്തിൽ അപ്പുറത്ത് കുഞ്ഞു പാടിക്കുന്നു. അവര് ഫോണിൽ കൂടെ മുറ്റത്തൂടെ എല്ലാം സംസാരിച്ചുകൊണ്ട് പോവാ, അതിന് കുഴപ്പമില്ല. കർത്താവ് നമ്മളോട് ചെയ്തത് we have to start proclaiming. വീട്ടിൽ പറയണമെന്ന് പറഞ്ഞത് നാട്ടിൽ കൂടെ പറയാൻ കൊള്ളുന്ന കഥയായതുകൊണ്ട് അവൻ വീട്ടിൽ മാത്രമല്ല നാട്ടിലും പറഞ്ഞു. ദൈവം ഒരുവനെ സ്പർശിച്ചാൽ, ദൈവം കരുണ ചെയ്താൽ, യേശു ഒരുവന്റെ ജീവിതത്തിലേക്ക് വന്ന അനുഗ്രഹങ്ങൾ തന്നാൽ അത് വീട്ടുകാരോട് മാത്രം പറയാനുള്ളതല്ല, ഏത് നാട്ടുകാരോടും പറയാൻ പറ്റുന്ന ഒറ്റ കഥയുള്ളൂ. ദൈവത്തിന്റെ കരുണയുടെ കൃപയുടെ കഥ, യേശുവിന് മനുഷ്യാവതാരത്തിൽ നമുക്ക് തന്ന ആ ദിവ്യ സ്പർശനത്തിന്റെ കഥ ആരോടും പറയാം. ഏത് പാർട്ടിയിലുള്ളവനോടും, ഏത് ദേശത്തുള്ളവനും, ഏത് ജാതിയിൽപ്പെട്ടവനോടും പറയാൻ പറ്റുന്ന കഥ യേശുവിന്റെ കഥ. വേറൊരുത്തന്റെ കഥയും അത്രയ്ക്ക് യോഗ്യമല്ല. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം ലഭിച്ചവൻ അത് പറഞ്ഞു. നീ ഒരു വാക്കിന്റെയും കൂടെ വ്യാഖ്യാനം നൽകി ഞാൻ അവസാനിപ്പിക്കാം. അവിടെ നമ്മൾ നോക്കിയാല് ഇവൻ ഇങ്ങനെ പ്രസ്താവിക്കാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. എല്ലാവരും. എന്ത് വിശാലമായൊരർത്ഥമാ. ഈ 10 പട്ടണങ്ങളിൽ ഇവൻ ദൈവം അവനോട് ചെയ്ത കരുണ കാണിച്ചത് പറഞ്ഞപ്പോൾ എല്ലാവരും, അല്ലാതെ ഇന്ന പാർട്ടിയിലുള്ള, ഇന്ന ജാതിയിലുള്ള, ഇന്ന കുടുംബ പാരമ്പര്യത്തിലുള്ള,
ഇന്ന തൊഴിലിൽപ്പെട്ട, നോ നോ നോ, ഓൾ പീപ്പിൾ, irrespective of the caste, creed, geography, time, all the people across the 10 cities in which he proclaimed, they were amazed. അവർ ആശ്ചര്യപ്പെട്ടു. നമുക്ക് തിരിച്ച് ഇതിന് മുമ്പൊരു വാക്ക് നോക്കാം. ഈ മനുഷ്യൻ സുബോധം പൂണ്ടും വസ്ത്രം ധരിച്ചു വരുന്നപ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാം വന്ന് അവർക്ക് ആദ്യമേ ഉണ്ടായ വികാരം എന്താ നിങ്ങൾ കണ്ടായിരുന്നോ? അവിടെ പറയുന്നു, അവർ ഭയപ്പെട്ടു. എന്നെ അധികം ഇങ്ങനെ ചിന്തിപ്പിച്ചു. സത്യത്തിൽ ഈ മനുഷ്യൻ സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് സത്യത്തിൽ എന്താ തോന്നേണ്ടത്? ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു കൗതുകവും ആശ്ചര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഫോബിയ, അവർക്ക് ഭയം, ഫിയർ ആണ് ഉണ്ടായത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ, ഇല്ലാഞ്ഞിട്ടല്ല. ഇന്നലെ വരെ നട്ടുച്ചയ്ക്ക് അവൻ കിടക്കുന്ന കല്ലറയുടെ അതുവഴി എങ്ങാനും പോകാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പൊ ഓൾ ഓഫ് എ സഡനായിട്ട് വസ്ത്രം ധരിച്ച് നല്ല ഒരു മാന്യനാണെന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ അവൻ ഇരുന്നാൽ, നീ ഒന്ന് എന്ന് നോക്കിക്കോ, തൊട്ട് നോക്കിക്കോ. അവൻ തന്നെ എനിക്ക് പറ്റത്തില്ല, നീ. അപ്പൊ അവർക്ക് നാച്ചുറലി തോന്നുന്ന വികാരം എന്തായിരിക്കും? ഭയം. പക്ഷെ അങ്ങനെ ഭയമുള്ള മനുഷ്യനെ ആശ്ചര്യത്തിലേക്ക് നയിക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് മഹത്വം. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. യേശു തമ്പുരാൻ സ്പർശിച്ചാൽ, ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ വീട്ടിൽ ലഭിച്ചാൽ, സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്ന വിവാഹ കൂദാശയിൽ പങ്കെടുത്താൽ, അതിന്റെ ഭാഗമായി നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ, അടുത്ത അനുഗ്രഹത്തിന്റെ കാരണമായ ഒരു മാമോദീസ ലഭിച്ചാൽ, അതിന് അനന്തരമായ മറ്റ് കൃപാ കൂദാശകൾ ലഭിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ശത്രുക്കൾക്ക്, നിങ്ങളുടെ എതിരാളികൾക്ക്, മുമ്പ് നിങ്ങളെ ഇന്ന തരത്തിൽ കണ്ടിരുന്ന ആളുകൾക്ക് ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് ഉണ്ടായിട്ട് ഭയത്തിൽ നിന്ന് കൗതുകവും ആശ്ചര്യവും ഉണ്ടാവും. ഹൗ കം ദിസ്? ഈ മനുഷ്യൻ ഇങ്ങനെ മാറാൻ കഴിയുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കുടിച്ചു പിടിത്ത് ഈ ഓടയിലൊക്കെ കിടന്ന് മിക്കവാറും ദിവസങ്ങളിൽ നാട്ടുകാരെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവരുന്ന ആ യുവാവ് ഇങ്ങനെ മാറിയെന്നോ? ഞാൻ വിശ്വസിക്കത്തില്ല. ശ്രീസമയത്തിലും കാര്യത്തിലും പള്ളിയിലും ദുഃഖ വെള്ളിയാഴ്ച മാത്രം വന്ന് എന്തോ ചെയ്യുവാന്ന് ചോദിച്ചാൽ, അച്ഛനെ ശുശ്രൂഷിക്കുന്നു, മക്കളെ ശുശ്രൂഷിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ പരുവപ്പെടുത്തുമെന്ന് പറയുന്ന അമ്മാമ്മ ശ്രീസമയത്തിൽ വരുന്നു, കേന്ദ്ര പരീക്ഷ എഴുതുന്നു, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാ. ഞാൻ വിശ്വസിക്കത്തില്ല. ബാക്കിയുള്ളത് നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതാണ് സുവിശേഷത്തിനോട് ചേർന്ന് വരുന്നതാണ് കൗതുകവും ആശ്ചര്യവും, ഭയമല്ല. അതുകൊണ്ടാണ് ആ ശിശു ജനിച്ചു. ആളുകൾ പെട്ടെന്നുള്ളത് ഭയം. ദൂതൻ വന്നു, മറിയ ആദ്യമേ ഭയപ്പെടേണ്ട. യേശുരാൻ പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാരോട് അവർ ഭയപ്പെടേണ്ട. അപ്പൊ അവർക്ക് പിന്നീടുണ്ടാകുന്നത് ഫ്രം ഫിയർ അമേസ്മെന്റ്, ദ വണ്ടർ, തൗമത്സോ എന്നുള്ള വാക്ക്. അപ്പൊ ഭയത്തിൽ നിന്ന് കൗതുകത്തിലേക്ക്, ആശ്ചര്യത്തിൽ. ആ ആശ്ചര്യം മനുഷ്യനെ ക്രിസ്തുവിലേക്ക് നയിക്കും. അതിനുശേഷം ആ മനുഷ്യൻ പ്രസ്താവിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നേ, ഇയാളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടു, എത്രയോ പേരെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ആ തൊടലെല്ലാം പൊട്ടിച്ചു, പിന്നെ എന്തു പറ്റി? അതൊക്കെ നിനക്കറിയാം, പിന്നെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. വാ, യേശു എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി വഞ്ചിയെ കയറി എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചെന്നു, ഇങ്ങനെ എന്നെ പറഞ്ഞു, എനിക്കും ആ യേശുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാമല്ലോ. എനിക്ക് ആ യേശുവിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചങ്ങലയിട്ട് നടന്നാലും, സുബോധമില്ലാത്തവരായി അല്പവസ്ത്രധാരികളായി നടന്നാലും, സുബോധമുള്ളവരാ ഫുൾ വസ്ത്രം ഇടുന്നത്, സുബോധമില്ലാത്ത ആളുകൾ അല്പവസ്ത്രധാരികൾ. അപ്പൊ ആലോചിച്ചോണം, അങ്ങനെ ആരെങ്കിലും കണ്ടാൽ അവരുടെ കുഴപ്പമല്ല, അവർക്ക് സുബോധമില്ലാത്ത കൊണ്ടാണ് അല്പവസ്ത്രം ഇട്ട് നടക്കുന്നത്. ഫുൾ ബോധം വരുമ്പോൾ അവര് നല്ല വസ്ത്രം ഇട്ട് നടക്കും. ഓക്കെ. അപ്പോ ഈ മനുഷ്യൻ ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയായി, he has been sent as an apostle of Jesus to a place which was a catastrophe due to the presence of Jesus. യേശുവിന് പോകാൻ മതി, യേശു പോയി. 2000 പന്നികളെ കൊന്ന, ആ ദേശത്തെ മുഴുവൻ സമ്പത്തിനെ, സത്യത്തിൽ സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിച്ച, അനേക ആളുകളുടെ ജോലി കളഞ്ഞ ആ യേശുവിന് വേണ്ടിയിട്ടാണ് ഇവനിത് പ്രവർത്തിക്കുന്നത്. സുവിശേഷം ഒരു പ്രദേശത്ത് വരുമ്പോൾ
യോഗ്യമായ തൊഴിലല്ലാത്ത തൊഴിലിനെ ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് സുവിശേഷത്തിന് എതിരെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ക്രിസ്തുവിനെയും സുവിശേഷത്തിനെയും പ്രതിരോധിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അധമമായ പ്രവർത്തികളെ, സാൻമാർഗിക നിഷ്ഠയില്ലാത്ത സമൂഹത്തെ സന്മാർഗ നിഷ്ഠയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന്റെ സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും സാധിക്കുകയില്ല. അതുകൊണ്ട് അത് പ്രസ്താവിക്കുകയോ അതിനുവേണ്ടി ജീവിക്കുകയോ ചെയ്യുമ്പോൾ സമൂഹം നമുക്കെതിരെ പടപൊരുതും. ഇപ്പോഴത്തെ സംസ്കാരത്തിൽ ആരോടുകൂടെ ജീവിക്കാം, എന്ത് വേണേലും കഴിക്കാം, എന്ത് വേണേലും കുടിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം. ഇതിൽ നിന്ന് സുവിശേഷം വരുമ്പോൾ ചിട്ട വരും. അതെവിടെ നിന്ന് ആരംഭിക്കും? പള്ളിയിൽ നിന്നല്ല, അത് പള്ളിക്കൂടത്തിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് ആരംഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീടിനെ നന്നാക്കുക, നമുക്ക് സമൂഹത്തെ നന്നാക്കാം. ഭൂതബാധിതനായിരുന്ന മനുഷ്യൻ യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച് ആ ദേശത്തെ മുഴുവൻ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. സ്വർഗത്തിൽ നിന്ന് കാലമെന്ന പടകിലൂടെ ഏറി ഈ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് വന്ന് നമ്മുടെ തീരത്തണിഞ്ഞ് നമ്മുടെ ദുഷ്ടാത്മാക്കളെ മാറ്റി നമുക്ക് സുബോധവും നമുക്ക് സന്മാർഗനിഷ്ഠയും നമുക്ക് രക്ഷയും തന്ന ക്രിസ്തുവിന് മനുഷ്യാവതാരത്തെ വളരെ ഹ്രസ്വമായി അനാവരണം ചെയ്യുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5 മുതൽ 5-ാം അധ്യായം 1 മുതൽ ഇതുവരെയുള്ള വാക്യങ്ങൾ ആവിഷ്കരിച്ചാണ് ഞാൻ സംസാരിച്ചത്. നമുക്ക് നമ്മുടെ ഭവനങ്ങളെ ഓർക്കാം, നമ്മുടെ ബന്ധങ്ങളെ ഓർക്കാം, നമ്മുടെ മുൻകാല ജീവിതങ്ങളെ ഓർക്കാം, ദൈവം തന്ന കൃപകളെ ഓർക്കാം, അതിൻ്റെ ഫലങ്ങളായി നാം പ്രവർത്തിക്കേണ്ട ദൗത്യബോധത്തെക്കുറിച്ച് ഓർക്കാം. പരിശുദ്ധനായ പരിമല തിരുമേനിയൊക്കെ ആ ദൗത്യങ്ങൾ ഉള്ളിൽ വഹിച്ച് ഈ തിക്തമായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഭൂതവും മറ്റുള്ളതുമൊക്കെ ഇവിടെ കിടന്ന് നടമാടിക്കൊണ്ടിരുന്നിടത്ത് വന്ന് അതിനെ വിഭാടനം ചെയ്ത് സന്മാർഗനിഷ്ഠയാൽ, തപോനിഷ്ഠയാൽ, പ്രാർത്ഥനാ കിരണങ്ങളാൽ, കണ്ണുനീരുകളാൽ, യാമങ്ങളുടെ പ്രാർത്ഥന മൂലം ഇതിനെ പവിത്രമായ ആലയമാക്കി മാറ്റി. ആ സന്നിധിയിൽ വന്ന് വചനം ശ്രമിക്കുന്ന നമുക്ക് പരിശുദ്ധന്റെയും കൂടെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനിടയാകട്ടെ. ദൈവത്തിന് മഹത്വം. ഈ വേദി ഒരുക്കി തന്ന മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, മറ്റു പ്രവർത്തകരോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ